അച്ഛൻ എവിടെ അമ്മ? നീ ഇങ്ങോട്ട് വന്നേ. മോനോട് അച്ഛനൊന്ന് വിളിക്കമ്മേ, എനിക്കൊന്ന് സംസാരിക്കണം. എന്താ ബഹളം ഉണ്ടാക്കാൻ നോക്കണം? ഇതൊരു കല്യാണ വീടാണെന്ന് മറന്നു പോവരുത്. ഞങ്ങളുടെ അഭിമാനം നോക്കണം. അഭിമാനം എന്ന് പറഞ്ഞാൽ എന്താ അമ്മേ? നിങ്ങളുടെ മോക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. മോനി പറ മോനി. അമ്മ നീ നിർത്ത്. ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. നീ ഇപ്പൊ പോവാൻ നോക്കി. നിങ്ങളുടെ മകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ അമ്മേ? നിങ്ങളുടെ മോൾ ഏത് ആൺകുട്ടിയോട് സംസാരിക്കുന്നു, ഏത് വസ്ത്രം ധരിക്കുന്നു, എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഒരു 1000 തവണ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മോൾ എന്താ ഒന്നും കഴിക്കാത്തെ, എന്താ കളിക്കാൻ പോവാത്തെ, എന്തിനാ പേടിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ അങ്കിൾ വിളിക്കുന്നു വെച്ചാൽ ആന്റിക്ക് ഒരു ഉമ്മ കൊടുക്ക് എന്നൊക്കെ പറയുന്നല്ലാതെ അവരെന്താ ഇഷ്ടമില്ലാത്തത്, എന്താ അവരുടെ അടുത്തേക്ക് പോകത്തെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നാണക്കേടുണ്ടാക്കുന്നത് 20 വയസ്സുള്ള പെൺകുട്ടി ആരെങ്കിലും സ്നേഹിച്ചു എന്നതിന്റെ പേരിലല്ല. 10 വയസ്സിൽ അവിടെ അനുഭവിച്ച വേദനകൾ അറിയുമ്പോഴാ. സംസാരിക്കണോ അമ്മ? അമ്മ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ സംസാരിക്കേണ്ടത്? നീ എന്താണ് ഇവിടെ? എണീക്കടാ. നിന്നെ എന്റെ ദേഹത്ത് തൊടാനാണോ നീ? അച്ഛാ, ഇയാള് കാരണം അച്ഛാ എനിക്ക് രോഗമാണെന്നല്ലേ പറഞ്ഞിരുന്നേ. സ്കൂളിൽ പോകാതായി, കളിക്കാൻ പോകാതായി, വീട്ടിലിരിക്കാൻ പോലും പേടിയായിരുന്നു അച്ഛാ. അത് ശരി, എന്തൊരു നാടകമാടി ഇതൊക്കെ. എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ നിങ്ങള്? കണ്ണിന് കാഴ്ചയില്ലേ? നോക്ക് നോക്കങ്ങോട്ട്. നിങ്ങളുടെ മോള് കാണിക്കുന്ന നാടകമൊന്നും കാണുന്നില്ലേ? കണ്ടവുമാരെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നാളെ ഈ കുപ്പ കിടക്കുന്നവന് മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് കാല് കഴിപ്പിച്ച് പട്ടുമത്തേക്ക് കിടത്തുവോ നിങ്ങള്? കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം എന്റെ മോളുടെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച കൊത്തിയരിഞ്ഞു കളഞ്ഞാൻ. ഞാൻ പറയുന്ന കേക്ക് മോനെ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇതൊന്നും ആരോടും പറയാൻ പോലും പറ്റാതെ ഉള്ളിൽ അതൊക്കെ ജീവിക്കായിരുന്നു എന്റെ മോള്. ഈ അമ്മയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എവിടേക്കെങ്കിലും കൊണ്ടുപോ. ഇയാളൊരു മനുഷ്യനെ അല്ല. ഇടാ ഒരുത്ത നമ്മുടെ കൊച്ചിനെ പിടിച്ചോണ്ട് പോകാൻ നോക്കുന്നു. എല്ലാരും വേഗം ചേട്ടന്റെ വീട്ടിലോട്ട് വാടാ. മോളെ നീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും നല്ലതിനല്ല. വേഗം പോ മോളെ, എങ്ങോട്ടെങ്കിലും പോയിക്കോ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ഞാനുണ്ട് നിങ്ങൾ. അവൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് വേഗം പോയിക്കോ ഇവിടുന്ന്. അവൻ ഇറങ്ങി വന്ന പിന്നെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. മോനി, രമ്യ മോളെ ഞാൻ നോക്കിക്കൊള്ളാം. അവളെ. മോനെ വാ, പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ.